വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ദേ കാറിലിരുന്നിട്ടാണ് ഇൻട്രോ എടുക്കണേ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവല്ലോ, ഞാനും വൈഷുവിനെ കണ്ടില്ലേ, വൈഷുവും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് എന്ത് വീഡിയോ ആണ്. ഞാൻ ഈ ലോങ് ഫോമാറ്റ് ഈ വ്ളോഗിലൊന്ന് ഇത്തിരി ചെറുതായിട്ട് സ്റ്റക്ക് ആയ പോലെ എനിക്ക് തോന്നിയിട്ടു. കാരണം എന്താണ് വ്ളോഗ് എടുക്കുക നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടു, നിങ്ങൾക്ക് എന്താ കാണാൻ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞിട്ട്. കൂടുതൽ പേരും പറഞ്ഞത് ഡേ ഇൻ മൈ ലൈഫ് കാണുന്നതാണ്. അപ്പൊ ഞാൻ ഓർത്ത് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയി കളയാന്ന്. കാരണം ഇന്ന് കുറച്ച് പരിപാടികളുണ്ട് നമുക്ക്. സോ ഫസ്റ്റ് തിങ്, നമ്മളിപ്പോൾ നമ്മളുടെ ആനുവൽ ഹെൽത്ത് ചെക്കപ്പിന് പോവുകയാണ്. എപ്പോളോ ഹോസ്പിറ്റലിലാണ് പോണേ. സോ അതിന് രാവിലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 8:30 ആയിട്ടുണ്ട്. 8:30 ആവണോ സമയം? 8:45 ഞങ്ങൾക്ക് അപ്പോയിൻമെന്റ്. സോ അതാണ് നമ്മളുടെ ഫസ്റ്റ് പരിപാടി. അപ്പോൾ അത് തന്നെ ഒരു നല്ല സമയം എടുക്കും, ഒരു 5-6 മണിക്കൂർ എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫുൾ ബോഡി ചെക്കപ്പാണ്. ഈ ആനുവൽ ഹെൽത്ത് ചെക്ക് ഞങ്ങൾ ഒരു ലാസ്റ്റ് 2-3 കൊല്ലമായിട്ട് ചെയ്യിപ്പിക്കാറുണ്ട്. ബിക്കോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ, എന്താണ് ഉള്ളിൽ നടക്കണേ, പുറത്ത് നടക്കുന്നത് നമുക്ക് മനസ്സിലാവാറുണ്ട്. തടി വെക്കാറുണ്ട്, വെയിങ് സ്കെയിൽ വെയിറ്റ് കൂടുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാത്ത കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം സെറ്റാണോ, എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം, ടെസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ആനുവൽ ഹെൽത്ത് ചെക്കിന്റെ കാര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു കോവിഡിന്റെ ഇയർ തൊട്ട് അല്ലേ, കോവിഡ് കഴിഞ്ഞ തൊട്ട് നമ്മളെല്ലാ കൊല്ലവും ചെയ്യിക്കാറുണ്ട്. ബേസിക്കലി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാ കൊല്ലവും ചെയ്യിക്കാറുണ്ട്. പിന്നെ പ്രായമൊക്കെ ആയി വരികയാണല്ലോ, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആതിരടുത്തേക്ക് പോവും, വൈഷ്ണുവിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക്. കാരണം അച്ഛനും അമ്മയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ആയിരിക്കും നമ്മൾ ഇന്നും നാളെയും വീക്കെൻഡ് അവിടെ ആയിരിക്കും സ്പെൻഡ് ചെയ്യുക. സോ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ, എന്നിട്ട് അവിടുന്ന് ബാക്കി. വൈഷു വണ്ടി പാർക്ക് ചെയ്യാൻ പോയിരിക്കുകയാണ്. ഞാൻ പോയിട്ട് ആ ഫോമൊക്കെ അങ്ങനെ എൻ്റെ കയ്യിലുള്ള സംഭവം കാണിച്ചിട്ട് റെഡിയാക്കാം എന്ന് വിചാരിച്ചു. തിരക്കുണ്ടാവും, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തിരക്കുണ്ട് എന്ന് വിചാരിക്കണം. ഈ നീണ്ട ലിസ്റ്റിലെ ടെസ്റ്റുകൾ മുഴുവൻ നമ്മൾ ചെയ്യണം. ഇത് മാത്രമല്ല കേട്ടോ, അടുത്ത പേജും കൂടി ഉണ്ട്. യെസ്, ലെറ്റ്സ് ഗോ. ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് എടുക്കാത്തവരോട് ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യണ ഒരു കാര്യമായിരിക്കും കേട്ടോ ഈ ഒരു ഹെൽത്ത് ചെക്ക്. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയാൻ ഏറ്റവും ബെസ്റ്റ് ഒരു റെഗുലർ ഹെൽത്ത് ചെക്ക് തന്നെയായിരിക്കും. സോ ആദ്യത്തെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ കുത്തുക എന്ന് പറഞ്ഞത്. സോ അതെടുത്തിട്ടുണ്ട്. ബ്ലഡിൽ നമ്മുടെ വൈറ്റമിൻ A to Z വരെ എന്തെങ്കിലും കുറവുകളുണ്ടോ കൂടുതലുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. നെക്സ്റ്റ് ഞാൻ ഈ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അൾട്രാസൗണ്ട് ഉണ്ട്. PCOD അങ്ങനത്തെ എന്തെങ്കിലും റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കുഴപ്പങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള അബ്ഡമൻ സ്കാൻ ഉണ്ട്. സോ അതിനാണ് ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. നമ്മൾ അപ്പോൾ കുറച്ച് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ബാക്കി നമുക്ക് തിരിച്ചു വന്നിട്ട് ചെയ്യണം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്ലഡ് കൊടുക്കാറുണ്ട്. പ്രീ ഫാസ്റ്റിംഗ് ആൻഡ് പോസ്റ്റ് ഫാസ്റ്റിംഗ്. ഞാൻ ഉദ്ദേശിച്ചത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആൻഡ് പോസ്റ്റ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. അപ്പോൾ ഇവിടെ അടുത്തൊരു സേവറി ഉണ്ട്. അപ്പോൾ നമുക്ക് സേവറിയിൽ പോയിട്ട് അപ്പവും സ്റ്റൂവോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഈ വൈഷുവാണ് എനിക്കിങ്ങനെ ഓരോ ഐഡിയാസ് തരുന്നത്. ഞാൻ മര്യാദയ്ക്കൊരു ഇഡ്ഡലിയിൽ സെറ്റിൽ ആവുമായിരുന്നു. അല്ല, ഇങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. ബിക്കോസ് ഫാസ്റ്റിംഗിൽ ആഫ്റ്റർ ഫാസ്റ്റിംഗ് ബ്ലഡ് കൊടുക്കേണ്ടതല്ലേ ആണ്. പക്ഷെ ഇങ്ങനെ നല്ല ഫുഡൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നല്ല ബ്ലഡ് ഷുഗർ കൂടുതലിരിക്കും ഇല്ലേ? കാവടി തുള്ളി പോയപ്പോഴേ എനിക്കറിയാൻ ട്രാജഡി ആവുമെന്ന്. വൈഷുവിന്റെ ആക്രാന്തം കണ്ടപ്പോഴേ എനിക്ക് തോന്നി സേവറി പൊട്ടിയിട്ടുണ്ടാവുമെന്ന്. അതങ്ങനെ സംഭവിച്ചു. അപ്പോൾ ആഗ്രഹിച്ചത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് റെസ്റ്റോറൻറ്റ് ഏതാന്ന് നോക്കി. അപ്പോൾ ഭാരതീയ ജൽപാൻ ആണ് വന്നത്. എന്നാൽ അവിടെ കയറി ഓരോ ചോലെ ഭട്ടൂര കഴിക്കാന്ന് ഓർത്ത് നേരെ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ചോലെ ഭട്ടൂര ഓർഡർ ചെയ്തു. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. ആക്രാന്തം കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞ് നമ്മൾ തിരിച്ചതേ എപ്പോളോയിൽ എത്തിയിട്ടുണ്ട് ബാക്കി ടെസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ എപ്പോളോയിലെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു.
സോണോ മാമോഗ്രഫി ഉണ്ടായിരുന്നു, പാപ്സ്മിയർ ഉണ്ടായിരുന്നു, അങ്ങനെ ഗൈനക് റിലേറ്റഡ് കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ഇതെന്ന് പറഞ്ഞ് കുറേ ചെസ്റ്റ് എക്സ്റേ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഐ ചെക്കപ്പും ഉണ്ടായിരുന്നു. സോ അതിന് ഞങ്ങൾ ഐ ദൃഷ്ടിയിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഒഫ്താൽമോളജി ഉണ്ടായിരുന്നു, അതിന് 30 minutes വെയിറ്റ് ടൈം ഉണ്ട്. അപ്പൊ താഴെ ഒരു എഡിഡാസിന്റെ ഷോറൂം ഉണ്ട്. നമ്മൾ ഓർത്തു മേടിച്ചു തരാം. ആ പെർഫോമൻസ് കണ്ടിട്ട് മേടിച്ചു തരാന്ന് തോന്നുന്നില്ല, അവിടെ മേടിച്ചു തരണില്ല. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോയി ഷോപ്പ് ചെയ്യണ്ടോ നോക്കിയിട്ട് വരാം. എനിക്ക് ഇതൊന്നും വേണ്ടതായിട്ടില്ല. വൈഷുവിന് എന്തെങ്കിലും എടുത്ത് കൊടുക്കണോ എന്ന് ആലോചിക്കാം. പെർഫോമൻസ് കണ്ടിട്ട് എനിക്ക് തോന്നാനില്ല എടുത്ത് കൊടുക്കുമെന്ന്. പക്ഷെ നോക്കാം. വൈഷനാകെ വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സിയാണ്. അപ്പോൾ അത് തപ്പാനാണ് കേട്ടോ മെയിൻലി പോയത്. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞപ്പോൾ ആശാന് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വേണ്ടേ യുണൈറ്റഡ് ജേഴ്സി ഇല്ലാത്തതുകൊണ്ട് വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു വൈഷ്. 2-3 ദിവസമായിട്ട് വൈഷ് മയിൽ തലവേദന എന്ന് പറയാനുണ്ട്. അപ്പോൾ പുള്ളിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കിയിരുന്നിട്ട് കണ്ണിൻ്റെ പവർ അടിച്ച് പോയോ എന്നുള്ളത്. പക്ഷെ അതല്ല കേട്ടോ, നോർമലാണ് റിസൾട്ട് വന്നത്. അങ്ങനെ നമ്മളുടെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി റിപ്പോർട്ട്, എനിക്ക് ഗൈനക്കോളജിസ്റ്റ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അത് ആ റിപ്പോർട്ട് പാപ്സ്മിയറും പിന്നെ അങ്ങനത്തെ നമ്മളുടെ ഗൈനക്കോളജി റിലേറ്റഡ് സംഭവങ്ങളൊക്കെ റിസൾട്ട് 3 ദിവസം എടുക്കും. അപ്പോൾ എനിക്ക് അടുത്ത വെനസ്ഡേക്കുള്ളിലേ വന്ന് എടുക്കാൻ പറ്റുള്ളൂ. വെനസ്ഡേക്ക് എടുക്കാൻ പറ്റുള്ളൂ. വൈഷുവിൻ്റെ റിപ്പോർട്ടൊക്കെ നാളെ കിട്ടും. അപ്പോൾ നാളെ ഞങ്ങൾ ഒന്നുകൂടി വരുന്നുണ്ട്, സൺഡേ ഒന്നുകൂടി വരുന്നുണ്ട് ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ ആയിട്ട്. അപ്പോൾ ബാക്കി ടെസ്റ്റുകളൊക്കെ എടുത്തു കഴിഞ്ഞു. കണ്ണിൻ്റെ എടുത്തു, ഒഫ്താൽമോളജി അതൊക്കെ എടുത്തു. പിന്നെ ഡെൻറ്റൽ സ്ക്രീനിങ് കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഏതൊക്കെയാണോ അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടണേ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കുഴപ്പമൊന്നുമില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ നാളെ വന്ന് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. വൈഷുവിന് എനിക്ക് ഗൈനക്കോളജി വന്നിട്ട് വെനസ്ഡേയോ ട്യൂസ്ഡേ അറ്റേ വന്ന് കൺസൾട്ട് ചെയ്യണം. സോ അതാണ്. ഇനി നമ്മൾ നേരെ ആതിരയുടെ വീട്ടിലേക്കാണ് പോണേ. ലഞ്ച് കഴിച്ചിട്ടില്ല, നല്ല വിശക്കണുണ്ട്. അമ്മ അവിടെ ലഞ്ച് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പോയിട്ട് കഴിക്കാം. ഇതൊക്കെ വരും കേട്ടോ ഞാൻ. അയ്യോ പാവം. സായമാണെങ്കിൽ ഞങ്ങളെ കണ്ട പാടെ ഫുള്ള് വിശേഷങ്ങൾ പറച്ചിലാണ് കേട്ടോ. എല്ലാ വിശേഷങ്ങളും പറയൂ അവള്. ആരാ നോട്ടി? ആരാ സായ നോട്ടി? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. ക്യാബേജ് തോരനുണ്ട്, മീൻ കറിയുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ നമ്മളുടെ കുത്തരി ചോറും ഉണ്ട്. അപ്പം അതും കൂട്ടി നല്ലൊരു ഊണ് കഴിച്ചു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എന്തോ മിസ്സിങ് ഉണ്ടെന്ന് തോന്നിയിട്ട് അച്ഛൻ 2 മുട്ടയൊക്കെ പൊരിച്ചാന്ന് കേട്ടോ. അപ്പം അതും കൂട്ടി നല്ല അടിപൊളിയായിട്ട് ചോറ് കഴിച്ചിട്ട് കുറച്ച് നേരം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ചില ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ സമയം സന്ധ്യ ആവാറായി. അച്ഛൻ ഇവിടത്തെ വിളക്ക് കൊളുത്തുകയാണ്. ഞങ്ങൾ എല്ലാവരും കൂടി TV ഒക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ആതിരടുത്താണ് സ്റ്റേ ചെയ്യണേ, കാരണം എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. പിന്നെ രാത്രി ഞങ്ങൾ 2 പേരും ഇവിടെയാണ് നിൽക്കണേ. അത് കഴിഞ്ഞിട്ട് നാളെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ തിരിച്ച് വീട്ടിലേക്ക് പോകുള്ളൂ. ഞങ്ങളുടെ ഹോസ്പിറ്റലിലും പോകണമല്ലോ റിസൾട്ട് മേടിക്കാൻ. സോ അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ പോകണല്ലോ. തമ്പാച്ച് തോടണ്ടേ സായോ? തമ്പാച്ച് തോടണ്ടേ? സായി കാർട്ടൂൺസ് മാത്രമാണല്ലോ കാണുന്നത്. അപ്പം ഞാൻ ഓർത്തു അവൾക്ക് നേച്ചറിനോട് അടുത്തുള്ള, അതായത് പെൻഗ്വിൻസിൻ്റെ സ്റ്റോറിയൊക്കെ ഡിസ്നി നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ട്സ്റ്റാറിലുണ്ട്. അപ്പം അതിട്ട് കൊടുത്തു കേട്ടോ. അപ്പം അവളെക്കാട്ടും ക്യൂരിയോസിറ്റി എൻ്റെ അമ്മായിമ്മയ്ക്കും ആദരിക്കുവാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുന്നുണ്ട്. എന്താ കാരണം സായോ? What are you watching? What did I say? It's The Lion King. എന്താണ്? And ആരാണ് പപ്പ? ഡാഡ് ലയൺ ആരാണ്? I just told you. അമ്മ ലയൺ ആരാണ്? മോം ലയൺ. മോം ലയൺ. മോം ലയൺ ആരാടി കളി? And the baby lion is സിംബമല്ല, സിംബ.
അന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായില്ല, ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഞങ്ങൾക്ക് റിസൾട്ട് മേടിക്കാൻ വരേണ്ടിയിരുന്നു. കാരണം 12 o'clockനുള്ളിൽ ഡോക്ടറിനെ കണ്ടില്ലെങ്കിൽ അവർ പോകുമെന്ന് പറഞ്ഞു. എവിടെ പശു? അതെ, ഹലോ, ഇതെന്താണിത്? എന്നെ തലോർത്ത് നോക്കുന്നത് നീ ഏതാ? ബീഫ് ഫ്രൈ ആണെന്ന് അങ്ങനെ റിസൾട്ട് വന്നു ഗായ്സ്, റിസൾട്ട് വന്നു. റിസൾട്ട് വന്നു, എല്ലാം ഓക്കെയാണ്. ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ വാല്യൂസ് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ടെക്സ്റ്റ് ബുക്ക് അവർ തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പഠിക്കാൻ. അതെ, ഒരു ഹെഡ് മാസ്റ്റർ. എന്ത് പുള്ളി ഇത് ഞങ്ങളുടെ വൈറ്റമിൻ B12 D3 കുറവാന്ന് പറഞ്ഞിട്ട് ഒരേ ചീത്ത. എനിക്കല്ല, എനിക്ക് കറക്റ്റ്. വൈഷുവിന് ഭയങ്കര A+ ആയി കൊടുത്തു പുള്ളി. ഡി ഒക്കെ കൊച്ചു കള്ളു അടി, ഡി ഒക്കെ കൂടുതലാണല്ലോന്ന്. അപ്പൊ എന്താ പ്രശ്നം? ഞാൻ കഴിക്കുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ വൈഷുവിന് കുറെ ഗുളിക കൊടുക്കും. കുറെ ഒന്നുമില്ല കേട്ടോ. ഈ നമ്മുടെ വൈറ്റമിൻസ് ഇല്ലേ, വൈറ്റമിൻസ് D കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ B കോംപ്ലക്സ് കൊടുക്കുന്നുണ്ടായിരുന്നു, വൈറ്റമിൻ A കൊടുക്കുന്നുണ്ട്, വൈറ്റമിൻ C കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിക്കുന്നുണ്ട് ആശാൻ. പക്ഷെ ഒരു അക്ഷരം എന്നോട് ഇന്നുവരെ ചോദിച്ചിട്ടില്ല ഇതൊക്കെ എന്തിനാ. റിസൾട്ട് വന്നപ്പോഴത്തേക്കും പുള്ളിക്ക് മനസ്സിലായി. അപ്പൊ ഞാനാ പറഞ്ഞു ഡോക്ടർ ഞാൻ ചോദിച്ചു വൈഷു കൊടുത്ത്, വൈറ്റമിൻ D കഴിക്കാറുണ്ടോ? പുള്ളി അതെന്ത് എവിടെ പോയിണ്ട് അങ്ങനെയായിരുന്നു വൈഷു. അപ്പൊ ഞാനാ പറഞ്ഞ വൈറ്റമിൻ D കൊടുക്കാറുണ്ട്. അപ്പൊ വൈഷു ഞാൻ വൈറ്റമിൻ D ആയിരുന്നു കഴിച്ചത്. അത്ര ബോധമുണ്ട് ആശുന്. അതെന്താണ്? അതാണ് ഇത് ഫാർമസിയോ കേട് മേടിക്കാൻ നിർത്തിയത്. ഞങ്ങൾക്ക് പോകുമ്പോ ഇവിടെ ഒരു കേട് മാത്രമായിട്ട് മേടിക്കാന്ന് പറ്റില്ല. ആശാൻ പോണുണ്ട് കേട് മേടിക്കാൻ. ധ്രുവിന്റെ വീട്ടിലാണല്ലോ, അവിടെ ഇന്ന് തൈരും അവിടെ ഇന്ന് നെയ്ച്ചോറും മുട്ടക്കറിയും പിന്നെ സാലഡും ആണ്. അപ്പൊ അതിനുള്ള തൈര് മേടിക്കാൻ പോവാണ് വൈഷു. അപ്പൊ എനിക്ക് വൈറ്റമിൻ B12 വാല്യൂസ് ഓക്കെയാണ്, പക്ഷെ എന്നാലും സപ്ലിമെന്റ്സ് എടുത്തു എന്ന് പറഞ്ഞു. കാരണം അത് ഇമ്പോർട്ടന്റ് ആണല്ലോ. പിന്നെ എന്താണ്, സ്ട്രെസ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ട്രെഡ്മിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോർമൽ ആണെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാർഡിയോളജിസ്റ്റിനെ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ലൈക്ക് എന്താണ് പുള്ളിയുടെ അഭിപ്രായം എന്താണെന്നറിയാം. എനിവേസ് അങ്ങനെ വാല്യൂസ് ഒക്കെ ഓക്കെയാണ്, നത്തിങ് ടു വറി എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ഒരു സംഭവം ഹെൽത്ത് ടെസ്റ്റ് അവസാനിപ്പിച്ചു. സോ ഇതുണ്ടോ നോട്ട്ബുക്ക് പോലെ കുറേ പേപ്പർ. എന്തിനാണോ ഇവരിങ്ങനെ പേപ്പർ വേസ്റ്റ് ചെയ്യണേ? ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഓൺലൈൻ ആക്കിയാൽ പോരെ അല്ലേ? ഓൺലൈൻ വെച്ച് കഴിഞ്ഞാൽ മെയിലിൽ അയച്ചെന്നാൽ പോരല്ലേ? ഇത് മെയിലും അയക്കും, ഇത്ര പേപ്പറും. ഐ ഡോണ്ട് അപ്രൂവ് ഓഫ് ദിസ്. ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ എന്തായാലും ഡോക്ടറിനെ മീറ്റ് ചെയ്യണമായിരുന്നു, അതുകൊണ്ട് പോയതാണ് ഹോസ്പിറ്റലിൽ നിന്ന്. സോ നല്ല ഡോക്ടറായിരുന്നു പുള്ളി, കാര്യങ്ങളൊക്കെ വൃത്തിക്ക് പറഞ്ഞു തന്നു. ഹെഡ് ബാത്ത് എടുക്കരുതെന്ന് പറഞ്ഞു. വെരി ഇമ്പോർട്ടൻറ്റ്. ബാംഗ്ലൂർ ഉള്ളവർ ഹെഡ് ബാത്ത് എടുക്കരുതെന്ന് വെച്ചാൽ കുളിക്കാണ്ട് നനയ്ക്കാണ്ട് നടക്കാന്നല്ല. സോ ബേസിക്കലി ഹെഡ് ബാത്ത് വൺസ് എ വീക്ക് ആക്കാൻ, ബിക്കോസ് എന്തൊക്കെയോ പോളൻ അലർജീസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി തല ഒരുപാട് കുളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ്. സോ വൺസ് ഇൻ എ വീക്ക് ആക്കാൻ എന്നാണ് പുള്ളി പറഞ്ഞത്. സോ ഓക്കെ, ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ. ലൈക്ക് ബോയ്സ് ആൻഡ് ഗേൾസ്, ലൈക്ക് ബോത്ത് മെൻ ആൻഡ് വിമൻ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു. സോ എന്താണത്? സ്ട്രോബെറി മേടിച്ചാ. ആതിരുവിന്റെ വീടിന്റെ അടുത്താണ് ഈ ഒരു ഹോസ്പിറ്റൽ. നമ്മൾ അങ്ങനെ തന്നെയാണ് ചൂസ് ചെയ്തത്, ബിക്കോസ് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരാമല്ലോ റെസ്റ്റ് ഒക്കെ എടുക്കാൻ. അതിന് നമ്മൾ അങ്ങനെ വീട്ടിലെത്തി. നല്ല നെയ്ച്ചോറിന്റെ മണം. വൈഷു വന്നിരുന്ന അമ്മേനോട് വിശേഷങ്ങളൊക്കെ പറയാറുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു, എന്തൊക്കെ മെഡിസിൻസ് ആണ് എടുക്കാൻ പറഞ്ഞെന്നൊക്കെ ഉള്ളേ. ചായ എന്താ കഴിക്കണേ? വാട്ട് ആർ യു ഹാവിങ്? ആഹാ എന്താ മുട്ടക്കറി. ആഹാ അയ്യോ തെറി വിളിക്കണ പോലെ. അമ്മ ഉണ്ടാക്കിയ മുട്ടക്കറി. ആഹാ. സായി നോക്കട്ടെ എന്താണിത്? എടി കള്ളി, നീ അതിനകത്ത് മറ്റേ ക്യാഷ് കട്ട് തന്നോ സായു? ഏയ് അച്ഛൻ്റെ സ്പെഷ്യൽ നെയ്ച്ചോറ്. ആഹാ, കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയല്ലേ സായ്? വെരി നൈസ്. ഹായ് ആൻഡ് സാലഡ്, പിന്നെ ഒരു പിക്കിളും. Yay!
ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാനും സായും കൂടി ഒരു ഭംഗിയുള്ള അണ്ടർ വാട്ടർ പസിൽ സോൾവ് ചെയ്യാനിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു അറിയോ. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിക്കണത്, ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഉള്ള പസിൽസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രയും ക്ലാരിറ്റിയോട് കൂടിയും ഇത്രയും ഭംഗിയുള്ള സാധനങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ എന്തോരം സാധനങ്ങളാണ്, പഠിക്കാനല്ല കളിക്കാനും പഠിക്കാനും ആയിട്ടുള്ള എന്തോരം നല്ല അടിപൊളി സാധനങ്ങളല്ലേ. എനിക്ക് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനും കൂടി അവളോട് പസിൽ സോൾവ് ചെയ്യാൻ. അങ്ങനെ നമ്മളിവിടെ പസിലൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവളുടെ വീഡിയോ ഗെയിം തുറന്നു. കാണുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുകയാണെങ്കിലും ഇത് നല്ല മെനക്കേടാണ് കേട്ടോ. എനിക്കൊരൊറ്റ ക്യാൻഡി കിട്ടണുണ്ടായില്ല എൻ്റെ ബാസ്ക്കറ്റിലേക്ക്. നല്ല കഷ്ടപ്പാടാണ്. അയ്യോ, I know, I am also not yet inside. Flap, flap, flap harder. ഞാൻ ഗെയിം കളിച്ച് ക്ഷീണിച്ചപ്പോഴത്തേക്കും ബാറ്ററിന്റെ വൈഷുവിന് വെച്ച് കൈമാറിയിട്ടുണ്ട്. ഇനി വൈഷു എന്താ ചെയ്ത് അവളെ ഹാപ്പി ആക്കട്ടെ. അങ്ങനെ വർത്താനം പറഞ്ഞ് ഇരുന്നിരുന്ന് ഉച്ചയ്ക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞങ്ങൾ വൈകിട്ടായി ഇറങ്ങാൻ. അങ്ങനത്തെ ചായയൊക്കെ കുടിച്ചു, എല്ലാവരോടും ബായൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ പോവാൻ റെഡിയാവാണ്. പോകുന്ന വഴി ഞങ്ങൾക്ക് ഡിന്നറും മേടിച്ചു വിട്ടു റെസ്റ്റോറൻറ്റിൽ, ഗ്രിൽ ചിക്കൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഡിന്നർ കഴിച്ചു. ദേ വൈഷുവിൻ്റെ മാഞ്ചസ്റ്ററിൻ്റെ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും കണ്ട് പുള്ളി ഇതേ ആകെ ഡെസ്പാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ, ഞങ്ങളുടെ ഒരു വീക്കെൻഡ് വ്ളോഗ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.